ഹായ്, അങ്ങനെ നമ്മൾ യാടെത്തി കേട്ടോ. യാടെത്തി നമ്മൾ ട്രിപ്പ് എടുത്തു. ഇപ്രാവശ്യത്തെ നമ്മുടെ ട്രിപ്പ് വാഷിങ്ടണിലേക്കാണ്. വാഷിങ്ടണിന്റെ അങ്ങ് അകത്ത് ഉള്ള ഒരു സെറ്റപ്പാ അല്ലേ? സിയാറ്റിലൊക്കെ കടന്നു പോകണം നമുക്ക്. അവിടെ നിങ്ങൾ കുറച്ച് താഴോട്ട് സൗത്തിലോട്ട് മാറിയാ നേരത്തെ സാധാരണ പോകുന്നില്ല ടാക്കോമായോ അതൊക്കെ കടന്ന് എന്തായാലും കുറച്ച് അടിപൊളി കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇച്ചിരി ഡീപ്പ് ഇന്റീരിയറിലേക്ക് പോകുന്നുണ്ട്. എന്താവോ എന്തോ. ഇച്ചിരി അപ്പോയിന്റ്മെന്റ് ഇച്ചിരി ടഫായിട്ടുള്ള ഒരു സ്ഥലമാണെന്നാ പൊതുവെ പറഞ്ഞല്ലേ. നേരത്തെ എന്നാലും താമസിച്ച് എന്നാലും അവരടിക്കാല. കറക്റ്റ് സമയത്ത് ചെല്ലണം. 1 മണിക്കൂർ ഗേറ്റ്, അതായത് ഗേറ്റിന്റെ അവിടെ 1 മണിക്കൂർ മുമ്പ് ചെന്നാ എടുക്കും. അങ്ങനല്ല, 1 മണിക്കൂറിനും നേരത്തെ ചെന്നാ എടുക്കില്ല. ഓക്കെ, ഇതിന് 1 അവറിനുള്ള കളികളേ ഉള്ളൂ. റിവ്യൂ ഒക്കെ ഞങ്ങള് ഗൂഗിളിൽ ആ വെയർഹൗസിന്റെ റിവ്യൂസ് നോക്കിയപ്പോഴത്തേക്ക് നേരത്തെ പോയേക്കുന്ന ട്രക്ക് ഡ്രൈവേഴ്സ് എല്ലാം നല്ല ബാഡ് റിവ്യൂസ് ആയിട്ടേക്കുന്നത്. നേരത്തെ, അതായത് 1 മണിക്കൂർ ഒരു ഇച്ചിരി നേരത്തെ ചെന്നവരെയൊക്കെ അവര് പിന്നെ ആ സമയത്തിനനുസരിച്ച് പോകാന്ന് പറഞ്ഞു വിടും. എന്നിട്ട് ആ പോയവര് വരുമ്പോഴത്തേക്കും ഒരു 5 മിനിറ്റ് താമസിച്ചാ ഇല്ല പൊക്കോളാൻ പറയും. അല്ല 2 ദിവസം അവിടെ വീണ്ടും അവരുടെ അപ്പോയിന്റ്മെന്റ് നീട്ടി. എന്തായാലും നമുക്ക് പോയി നോക്കാം. കൂടിപ്പോയ 2 ലെയർ അത് നമുക്ക് അത്ര ഉത്തരയല്ലല്ലോ. പിന്നെ ഇപ്രാവശ്യത്തെ റൂട്ടും ഇച്ചിരി വ്യത്യസ്തമാണ് അല്ലേ? നമ്മള് ഇലിനോയിലെ ഗ്യാരി എന്ന് പറയുന്ന സ്ഥലം വരെയാണ് നമ്മുടെ റെഗുലർ റൂട്ട്. ഇലിനോയിന്ന് പിന്നെ നമ്മൾ തിരിച്ച് ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് മിനിസോട്ട, വിസ്കോൺസിൻ, മിനിസോട്ട, നോർത്ത് സൗത്ത് ഡക്കോട്ട, മൊണ്ടാനയുടെ ഇച്ചിരി ഉണ്ട്. മൊണ്ടാന വയോമിങ് ഇച്ചിരി ഇല്ലേ? വയോമിങ്ങിന്റെ നോർത്ത്. പിന്നെ ഇത് ഇഡാഹോ, ഒറിഗോൺ, ഉണ്ടായിരിക്കും. എനിവേ അങ്ങനെ വാഷിങ്ടൺ. ഇപ്പം നമ്മുടെ ഈ വയോമിങ് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ നമ്മൾ പോകുന്ന വയോമിങ്ങിന്റെ സൗത്ത് സൈഡ് 80 കൂടെ അല്ല, ഇതെല്ലാം ആ മോൾ ഭാഗത്തെ കൂടെ പോകുന്നത്. നമ്മുടെ ചില റീലുകളിലൊക്കെ നമ്മൾ പണ്ട് അർജുൻഭായ് ഉണ്ടായിരുന്നപ്പോൾ ഈ വാഷിങ്ടണിന്റെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ സാധാരണ അത് ഈ ഇടയ്ക്ക് വാഷിങ്ടൺ പോകുമ്പോൾ വേറെ റൂട്ടുണ്ട്, സോൾട്ട് ലേക്ക് സിറ്റി ചെന്നിട്ട് നമ്മൾ റൈറ്റ് പോകുന്ന ഒരു റൂട്ട്. അതുവഴിയാണ് ഒരു സമയത്തൊക്കെ പൊക്കോണ്ടിരുന്നത്. അല്ല, ഇത് നമുക്ക് പോകുന്നതിന് കുഴപ്പമില്ല. 10-60 കിലോമീറ്ററിന്റെ വ്യത്യാസമുള്ളൂ. അതെ, 60 വ്യത്യാസമുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഇത് തന്നെയാണ് കൺഫേം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയിൽ നിന്ന് നമുക്ക് ഫ്യൂലിംഗ് ലൊക്കേഷൻ തരുമ്പോഴത്തേക്ക് ഇന്ന സ്ഥലത്തേക്കൂടെ പോകണമെന്ന് ചിലപ്പോൾ അവർ പറയുകയും, ഇപ്രാവശ്യം അവർ പറഞ്ഞിട്ടുണ്ട് ഈ റൂട്ടിൽ പോകാൻ. അത് നന്നായി. അപ്പം അതുകൊണ്ട് നമുക്കൊരു വെറൈറ്റി ആയി അല്ലേ? അപ്പം ആ കാഴ്ചകളൊക്കെ ആയിരിക്കും നമ്മളെ ഈ ഒരു ട്രിപ്പിൽ കൂടെ നമ്മൾ കൊണ്ടുവരാൻ പോകും. ഇത് മുഴുവൻ സിപ്പപ്പ്, മറ്റേ ഇത് കൂട്ടാ ഫ്രീസിയോ എന്ന് പറഞ്ഞ സാധനം കണ്ട, മറ്റേ സിപ്പപ്പ് പോലത്തെ നമ്മുടെ നാട്ടിലേ ആ സാധനം ലോഡ്. മനസ്സിലായില്ല, സിപ്പപ്പ് പോലത്തെ എന്ത് സാധനം? ഈ പിള്ളേർക്ക് ഇങ്ങനെ മറ്റേ കളറുള്ളത് ഇങ്ങനെ ഇങ്ങനെ കോല് പോലെ ഇരിക്കുന്ന കാണാൻ പോലെ, ഐസ് പോലെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഫ്രീസി എന്ന് പറയുന്ന സാധനമല്ലേ കഴിക്കുന്ന സാധനല്ലേ? മറ്റേ ഈ ഐസ്ക്രീം പോലത്തെ ഇങ്ങനെ കളറുള്ള കാണാൻ പോലെ, ചോലയും പച്ച ഇങ്ങനെ നീളമുള്ള കൂടിന്റെ അകത്ത്. നിങ്ങൾ നാട്ടിൽ സിപ്പപ്പ് എന്ന് പറഞ്ഞ അതിന്റെ ഇവിടെ പറയുന്ന ഫ്രീസ് അല്ല. അപ്പൊ അത് ടെമ്പറേച്ചർ കൺട്രോൾഡ് ആണോ? ഇങ്ങനെ അത് ചാറ് പോലെ ഇരിക്കും. എന്നിട്ട് അവിടെ കൊണ്ട് ഒരു ഫ്രീസർ വെക്കുമായിരിക്കും. സാധാരണ ആ സാധനമൊക്കെ റീഫറിലല്ലേ കൊണ്ടുപോകും ശരിക്കും ഈ ഫുഡ്. ഇത് കാരണം ഫ്രോസൺ ആണ്, ഫ്രോസൺ ആയിട്ട് അല്ലേ? ഇതങ്ങനെ വേണ്ടായിരിക്കും. അപ്പൊ ആലോചിച്ച് കൂട്ടിക്ക് ഈ സാധനമൊക്കെ വെയിലും ഇതിനകത്തിരുന്ന് പുഴുങ്ങി വെയിലൊക്കെ കൊണ്ടുവന്നിട്ടാണ് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇറക്കുമ്പോ കാണാം ഇത്. അത് തന്നെ അല്ലേ? എങ്ങനെ ഏത് ഫോമിലാണ് ഇവർ കൊണ്ടുപോകും? കാരണം അല്ല, അത് ഇനിയിപ്പോ ഇതുപോലെ ടാങ്കിന്റെ അകത്തായിട്ട് അവിടെ ചെന്ന് പാക്ക് ചെയ്യുന്നതാണെങ്കിൽ ഇത് മറ്റേ ഇത് കൂടെ കവറായിരിക്കും. ചുമ്മാ ഇത് കവറിന്റെ അകത്ത് അവര് ഫ്രീസറിൽ വെക്കും. ശരി. അപ്പം
ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ അത് ഫ്രോസൺ ആയിക്കോളുമല്ലോ അല്ലേ? എന്തായാലും ഇറക്കുമ്പോൾ നമുക്കൊന്ന് നോക്കാം. നമ്മളിന്നിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മെയ് 25 മൺഡേ ആണ് അല്ലേ? പക്ഷേ മൺഡേയുടേതായ ഒരു തിരക്കൊന്നും കാണാനില്ല. മൺഡേയുടേതായ ഒരു തിരക്കുണ്ടോ? അല്ല ഇന്ന് നിങ്ങൾ വന്നില്ലേ? ഇന്ന് രാവിലെ വന്നൊരു തിങ്കളാഴ്ചയുടെ പോലെ തോന്നിയില്ലെന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണെന്നറിയോ? ഇന്നലെ 2 ദിവസം മഴയായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഡംപ് ട്രക്ക് പോലെയുള്ള മെറ്റലടിക്കുന്നതിനെ കൊണ്ട് മറ്റേ അവർക്ക് ഇന്ന് ഇച്ചിരി ഡ്രൈ ആയിട്ട് അവന്മാർ എടുക്കുള്ളൂ. ഇതെല്ലാം അങ്ങനെയല്ല, ഈ സാധനം പുറത്തുനിന്ന് വാരി എടുക്കുന്ന ചെളിയുടെ പരുവത്തിലുള്ള അത് ഇത് ഒതുങ്ങിയേച്ചിട്ട് വേണം ഇവർക്ക് വർക്ക്. ഓ അങ്ങനെ ശരിയ, ഡം ട്രക്കുകളാ കുറവ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടുന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ ഇതില് ഞങ്ങളുടെ അവിടെ ഒരു വലിയ ക്വാറി ഉണ്ടല്ലോ, അതാ പറഞ്ഞേ, ഓറഞ്ച് ഹില്ലേ. അപ്പം ഭയങ്കര ഇവന്മാരായിരിക്കും നിറയായ ഏരിയയില്. അതാ പറഞ്ഞേ. അപ്പൊ അവര് ഇന്നലെ രാത്രിയിലെല്ലാം മഴയല്ലായിരുന്നു. അതെ. അപ്പൊ രാത്രി മഴയാകുമ്പോ ആ മഴയുടെ ഇത് ചോർന്നിട്ട് ഇവര് മറ്റേ ഗ്രാവലൊക്കെ എടുത്ത് വരും വണ്ടിയിലോട്ട് വെക്കുമ്പോ ഇത് എല്ലാം ചെളിയായിരിക്കുമല്ലോ നിറയെ. ശരി, അതൊരു വലിയ കാര്യമായി. അപ്പം മഴയുള്ള ദിവസങ്ങളിൽ ഇവന്മാർക്ക് മഴയെന്ന് പറഞ്ഞാൽ 2 ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴയാ. നല്ല മഴയാ. ചെറിയ മഴയാണെങ്കിൽ കുഴപ്പമില്ല, ഇവർക്ക് ഇഷ്ടമാണ്. കാരണം പൊടിയില്ലാതെ. കാരണം ഞാനത് പറയാൻ കാരണം വെച്ചാല്, ഞാൻ കഴിഞ്ഞ ദിവസം അവരുടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു കൺഫർമേഷൻ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ ഇന്നലെ ശനിയാഴ്ച ഒരു ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു പറഞ്ഞു വൈകുന്നേരം. അപ്പൊ ഞാൻ ഇവിടുന്ന് വന്നിട്ട് രാത്രി പോയപ്പോ അങ്ങനെ ചാറ്റൽ മഴയുണ്ട്. അന്നേരം അവിടെ പോകുന്ന വഴിക്ക് ഇതുപോലെ വലിയൊരു കോറിയുണ്ട്. ഇങ്ങനെ നമ്മളെപ്പോഴും ഈ അതിലെ പോകുമ്പോ ഈ പൊടിയും നമ്മുടെ വണ്ടിയായി ചില്ലൊക്കെ അടിച്ചിട്ട് മറ്റേ മെറ്റിലടിച്ചിട്ട് ചെറിയ ഇതൊക്കെ ഉണ്ടാവും. ഇന്നെന്താ ഇവിടെ ഈ പറഞ്ഞ പോലെ ഇന്ന് അധികം വണ്ടിത്തിരക്കില്ലല്ലോ. അവിടെ എല്ലാം അതിന്റെ അകത്തൊക്കെ ആ കുഴികളിലെല്ലാം വെള്ളം കിടക്കുക. ഇവരുടെ ആ മറ്റേ അവിടെയൊക്കെ വെള്ളം കിടക്കുക. അപ്പൊ അതൊക്കെ പോകണം. ഞങ്ങൾ വന്നിട്ട് നല്ല വെടിക്കിട്ട് മഴയായിരുന്നു രാത്രി. പുറപ്പെടാൻ തയ്യാറായിരിക്കുന്ന എയർ കാനഡയുടെ ഒരു പ്ലെയിൻ. നിങ്ങൾ കാണുന്ന പോലെ നമ്മളിപ്പോൾ 401 ഹൈവേയിലേക്ക് എത്തിയിരിക്കുകയാണ്. വേണ്ട, നമ്മുടെ മുമ്പിൽ ഒരു വലിയ കാർമേഘം ഉരുണ്ട് മൂടി കിടക്കുന്ന കണ്ടോ. കഴിഞ്ഞ 2 ദിവസം ഇവിടെ ഭയങ്കര മഴയായിരുന്നേ. ഞാൻ പോയി കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ ദേവശാചൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം. നമ്മൾ നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. ദേവസ്യാച്ചൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് പയ്യെ കിടക്കാം. ഇനിയിപ്പം ബോർഡർ വരെ ഏകദേശം ഒരു 2.5-3 മണിക്കൂറുണ്ട്. നമുക്ക് ബോർഡറിൽ ചെന്നിട്ട് എണീറ്റിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. സാറേ ഞാൻ കിടന്നോട്ടെ. നമ്മളങ്ങനെ ചെറിയൊരു മയക്കമൊക്കെ വാങ്ങി എണീറ്റ് കഴിയുമ്പോഴത്തേക്കും ദേവസ്യാച്ചൻ നമ്മളെ ബോർഡറിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. തിരക്കുണ്ടായിരുന്നോ ചേച്ചാ ബോർഡറിൽ? 15 മിനിറ്റ് മറ്റേ ഫ്യൂൽ അടിക്കാൻ കയറിയപ്പോ തന്നെ മിനിമലായിരുന്നു, തിരക്കില്ല. അത് നമ്മൾ ഫ്യൂൽ അടിക്കാൻ കയറി കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോ തന്നെ നല്ല ചൂടുണ്ടാണല്ലേ. ഇവിടം വരെ മൂടൽ ഫോഗായിരുന്നു. മറ്റേ നമ്മുടെ കേംബ്രിഡ്ജ് തൊട്ട് ഇവിടം വരെ സാമ്യ വരെ. Hi, officer. What's in the trailer?
നമ്മൾ നല്ലൊരു ഉറക്കെല്ലാം കഴിഞ്ഞ് എണീക്കുമ്പോഴത്തേക്കും നമ്മുടെ ദേവസേച്ചൻ നമ്മളെ ഇന്ത്യാനെ കയറ്റിയിട്ടുണ്ട്. ഇന്ത്യാനയിലേക്ക് ജസ്റ്റ് കയറിയതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ റെസ്റ്റ് ഏരിയ നിർത്തി പയ്യെ നമ്മൾ ഷിഫ്റ്റ് മാറുവാണേ. You have 8 hours and 0 minutes of remaining drive time. സമയം ഉച്ച കഴിഞ്ഞ് 3 മണിയായിട്ടോ. 34 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട്. ഇപ്പം വിൻ്ററൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് മൊത്തത്തിൽ ഇങ്ങ് ആവിക്കുന്നത്. പൊതുവേ കണ്ടോ അന്തരീക്ഷം എല്ലാം നല്ല കളർഫുള്ളാണ്. ഗ്രാസൊക്കെ ആണെങ്കിലും നല്ല ഗ്രീൻ, അടിപൊളി ഗ്രീനായിട്ടും ആകാശവും എല്ലാം. അതുകൊണ്ട് തന്നെ റോഡിലൊക്കെ നല്ല തിരക്കാണ്. വെക്കേഷൻ എടുക്കുന്നവരുടെ എല്ലാം തിരക്കാണ്. പതിവ് പോലെ സമ്മറായി കഴിഞ്ഞാലുള്ള കൺസ്ട്രക്ഷൻ്റെ തിരക്ക് നിങ്ങൾ കണ്ടോ. വിൻ്ററിലാകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്നിട്ട് അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലൈൻ ക്ലോസ് ചെയ്യുന്നതാണ് ഒരു മെയിൻ സാധനം. പക്ഷേ സമ്മറായി കഴിഞ്ഞാൽ വിൻ്ററിൽ കുറേ റോഡുകളുടെ ആ ഒരു സ്മൂത്ത്നെസ്സിനൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ പറ്റുമേ. അപ്പോൾ അതിൻ്റേതായ രീതി റെഗുലർ മെയിൻ്റനൻസും അതോടൊപ്പം പ്രൊപ്പോസ്ഡ് ആയിട്ടുള്ള റോഡ് പണികളും എല്ലാം നടക്കുന്നത് സമ്മറിലായിരിക്കും. അപ്പോൾ അങ്ങനെ വിൻ്റർ ആണെങ്കിലും സമ്മർ ആണെങ്കിലും തിരക്കിന് ഓരോരോ കാരണങ്ങൾ. നമ്മളിപ്പം മിഷിഗൺ സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലം എത്തിയ. ഈ മിഷിഗൺ സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യാനയിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു അടിപൊളി ലവ്സൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരക്കിലേക്ക് അങ്ങ് കയറുമായിരുന്നു. ഓൾറെഡി തിരക്ക് തുടങ്ങി നിങ്ങൾ കാണുന്ന പോലെ. ഇത് ഇല്ലിനോയിലെ ഗ്യാരി എന്നൊക്കെ പറയുന്ന സ്ഥലം നല്ല തിരക്കുള്ള റോഡാണ്. അപ്പം അവിടെ നിന്നാണ് നമ്മൾ ഈ വിസ്കോൺസൺ റൂട്ടിലേക്ക് തിരിഞ്ഞു പോകുന്നത്. പക്ഷേ അങ്ങെത്തുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടുത്തെ ലവ്സിൽ കയറി ഒരു കാപ്പി എടുത്തുകൊണ്ട് അങ്ങ് പോവാം. അപ്പോൾ പിന്നെ റോട്ടിൽ ഇച്ചിരി സ്റ്റക്കായി പോയാലും നമ്മുടെ കയ്യിലൊരു കാപ്പിയൊക്കെ കുടിച്ചങ്ങ് പോകുമ്പോഴത്തേക്കും നമുക്ക് അത്രയും ക്ഷീണവും തോന്നിയാല മടുപ്പും തോന്നിയാല. കാപ്പിയൊക്കെ കുടിച്ച് നല്ല വീഡിയോയിൽ വർത്താനമൊക്കെ പറഞ്ഞങ്ങ് പോവാം. ഈ ഫ്രാൻസിസ്കൻ എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. അതൊരു വലിയ ആശുപത്രി കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ടല്ലേ സാറേ? വണ്ടി അങ്ങ് വലിയ ഇങ്ങനെ ചാടി പോകുന്ന പോലെ. ആ ലിക്വിഡ് ആണല്ലോ അല്ലേ? ഞാൻ പെട്ടെന്ന് ഒരു കാപ്പി എടുത്തോണ്ട് വരാവേ. സെറ്റ്. നമ്മൾ വേണ്ട ഒരു കാപ്പി എടുത്തു. പിന്നെ വേണ്ട ഈ തിൻ ഡിപ്ഡ് ആൽമണ്ട്സ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റിൽ മുക്കിയ ആൽമണ്ടാണ് കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു. $2 ഉള്ളൂ. എന്തായാലും കുറച്ചുള്ളൂ. അപ്പോൾ ദേവസ്യാച്ചന് വെച്ചിട്ട് കൊടുക്കാം. എന്തോ ഷുഗറിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഒരു ക്രേവിങ്. അങ്ങനെയല്ല 2 ദിവസത്തെ അവധിക്ക് ശേഷം വണ്ടി എടുക്കുമല്ലേ, ഒരു ചെറിയ ട്രീറ്റ് ആവാം അല്ലേ? കാപ്പി എടുത്ത് നമ്മൾ തിരിച്ച് തിരക്കിൻ്റെ മധ്യത്തിലേക്ക് കയറുകയാണ് സുഹൃത്തുക്കളെ, കയറുകയാണ്. ചിലപ്പോൾ അറിയത്തില്ല, ഇത് മുഴുവൻ കുത്തി പൊട്ടിക്കും. ഏതാ ഇവർക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അതുണ്ട്. ഇന്നാൾ മറ്റേ നമ്മുടെ ഈ ബോർഡറിലുണ്ടായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മിൻസറിൽ കൂടെ വരുമ്പോൾ മലയാളി ഓഫീസർ ഉണ്ടെന്ന് പറയാം. പുള്ളി പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന റോഡിലാണ്. അന്ന് അതായത് ഞാനിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം സാറേ ഇങ്ങനെ തീർന്നിടും, നീ തീർന്നിനാ സാറേ റോഡൊക്കെ ഭയങ്കര അപ്പം
അതായത് നമ്മളിവിടെ വന്നപ്പോ തൊട്ട് മറ്റേ 75-ഉം മറ്റേ ഇതൊക്കെ കണ്ടില്ലേ, അതിപ്പോ പിന്നെയും പണിയുന്നു. അതായത് അത് നമ്മൾ മിൻസറിൽ നിന്ന് ഇറങ്ങുന്ന ആ റോഡുകൾ മുഴുവൻ ഞാനൊക്കെ ഓടിക്കാൻ തുടങ്ങിയ സമയം തൊട്ട് മൊത്തം കുത്തിപ്പറിച്ച് എപ്പോഴും കൺസ്ട്രക്ഷനാണ്. അതൊരു പരുവത്തിൽ ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒന്ന് തീർന്ന പോലെ ആയപ്പോഴാണ് അടുത്ത മേൽപ്പാലം പൊളിക്കുക. അവിടെ തുരുരാന്നുള്ള പാലങ്ങളുണ്ടല്ലോ. കാരണം ഈ 5 കൊല്ലം കൊണ്ട് മറ്റേതെങ്കിലും പ്രൊജക്ട് വരും. 4 കൊല്ലം കൊണ്ട് ഗവൺമെന്റ് ഈ റോഡ് പണിയുന്ന കൂടെ തന്നെ ആ പാലം പൊളിച്ച്, അതായത് ഇത് മറ്റേ ചെറിയ റോഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണല്ലോ മോളിൽ കൂടെ പോകുന്ന പാലങ്ങള്. അത് ഒന്നര ഇടവിട്ട് പൊളിച്ചാൽ മതി. ഒരെണ്ണം പൊളിച്ച് തീർന്നു കഴിയുമ്പോൾ മറ്റേടത്ത് അങ്ങനെ പൊളിച്ച് പോയാൽ മതി. അതാ ഈ റോഡ് പണിയുടെ കൂടെ ഓൾറെഡി അവിടെ എല്ലാം ബ്ലോക്ക് ആക്കി വെച്ചേക്കല്ല. അത് ചെയ്യുന്നില്ല, റോഡെല്ലാം ക്ലിയർ ആയി സെറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ സൈഡിലോട്ടൊക്കെ മാറ്റി വേറൊരു ഇതോട് വെച്ചിട്ട് പിന്നെ പാലംപൊളി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞാണ് ഇപ്പം അതിന്റെ ഏകദേശമൊക്കെ കഴിയാറായി കഴിയുമ്പോഴാണ് ബോർഡർ മറ്റേ വലിയ പാലം പണിയുന്നത്. വലിയ പാലം പണിഞ്ഞപ്പോ പിന്നെയും ഇതായി, കാരണം ഇതുമായിട്ട് യോജിപ്പിക്കണ്ടേ മണ്ടേ കൂടെ. അതാ പറഞ്ഞേ, അപ്പൊ പണി അറിയത്തില്ലാത്തതുകൊണ്ടല്ല, അവരത് ബജറ്റ് വലിയ മില്യൻസിന്റെ കളികളാണല്ലോ. അതാ പുള്ളി പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ വെച്ചാല് റോഡ് പണിയുടെ അഴിമതി എന്ന് പറഞ്ഞാല് 10 ചാക്ക് ഇടേണ്ടടുത്ത് 5 ചാക്ക് ഇടും. 5 ചാക്ക് ഇട്ടിട്ട് 5ന്റെ ഒന്നെങ്കിൽ പൈസ അടിച്ചു മാറ്റും, അല്ലെങ്കിൽ അവൻ അതുകൊണ്ട് പോകും. ഇവിടെ അങ്ങനെയല്ല, ടെൻഡർ കയറ്റി വിളിക്കും. അതായത് ഇപ്പൊ 50 ലക്ഷത്തിന് തീരേണ്ടത് 1 കോടി വിളി, എന്നിട്ട് ആ 50 കൊണ്ട് ഇതിന്റെ ആള് പോകും. പക്ഷെ റോഡ് പണി റോഡ് പണിക്ക് ആവശ്യമായ 50ഉം അവൻ റോഡിലിറക്കും. അങ്ങനെയാണ് വരും. ഇന്നലെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഒരു ട്രെയിലർ നിറച്ച് നമ്മുടെ ചൂയിങ്ങും, പക്ഷെ അത് റീഫർ വേണമായിരുന്നു, തണുപ്പിച്ചാ കൊണ്ടുപോകാൻ. സാധാരണ എന്തെങ്കിലും ആണേലും ഒന്ന് ഒരു ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയി പോകുള്ളൂ. കാരണം ഇത് സമ്മർ ആയതുകൊണ്ട് ഒന്നാമത് ഈ ബോക്സിന്റെ അകത്തല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇത് ചൂടാവും ശരിക്കും. അതെ, അതിന്റെ ശരിയായ രീതിയാണെങ്കിൽ അത് ഫ്രീസ് ആയിട്ട് തന്നെ വേണം, ഫ്രോസൺ ആയിട്ട് തന്നെ വേണം കൊണ്ടുപോകേണ്ടത്. അതെ, കാരണം അവർക്ക് അവിടെ ക്വാളിറ്റി ചെക്ക് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നാച്ചുറലി ഫ്രോസൺ ആയിട്ട് ഓക്കെ ആണോന്നൊക്കെ അല്ലേ ചെക്ക് ചെയ്യുന്നത്. ഇതിന് പ്രത്യേകിച്ച് ക്വാളിറ്റി ഒന്നുമില്ല. ഇത് ഇങ്ങനെയാ പോകുന്നുള്ള അല്ല, ഇതിന് കളറും മറ്റേ വെള്ളവും ഷുഗറും ഇതൊക്കെയാണല്ലോ. കാരണം നമ്മുടെ ചാപ്മാൻസിലെ ഐസ്ക്രീം ഒക്കെ നീനയുടെ ഒക്കെ അവിടെ അത് ഓൾറെഡി ഒരു ഫ്രോസൺ ആക്കി ഐസ്ക്രീം പരുവത്തിലാക്കി ബോക്സ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ചെക്ക് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ വലിയ ടെമ്പറേച്ചർ കൺട്രോൾഡ് വണ്ടികളിലാണ് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം. ഇത് നിങ്ങൾ പറഞ്ഞ പോലെ ഇത് കവറിനകത്തായ ഫ്രീസ് അല്ലാതെ കൊണ്ടുപോകുന്നത്. അതെ, ചൂടാക്കി കൊണ്ടുപോകാം. കാരണം ഇതിനകത്തിരിക്കുമ്പം ഇപ്പൊ പുറത്ത് ചൂടുകൂടെ ആകുമ്പോഴത്തേനും പുഴുങ്ങിയ ഒരു അങ്ങനല്ല, ഇത് വെള്ളം കൂടെ ആണല്ലോ. അതെ, ചൂടുവെള്ളം പോലെ. അപ്പൊ അത് എത്രമാത്രം കൊള്ളൂല്ലാത്ത ഒരു സാധനം ആലോചിച്ച് നോക്കി. അതാ പറഞ്ഞ ഫ്ലേവറുള്ള കളർ വെള്ളം അതിങ്ങനെ ചൂടായി പ്ലാസ്റ്റിക്കിന്റെ അകത്ത് വെച്ച് കൊണ്ടുപോകുന്നു. അത് പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക് ചുമ്മാ ഇങ്ങനെ ഇത് കൂട്ടല്ല. കറക്റ്റ് നമ്മുടെ സിപ്പപ്പ് നിങ്ങൾ പറഞ്ഞ ഞാനീ പേര് ആദ്യം കേൾക്കുക. കാരണം കുറെ നാളുകൾക്ക് ശേഷം വാഷിങ്ടൺ അല്ലേ. ഞങ്ങള് പിന്നെ പണ്ട് പോകുമ്പോ ഇങ്ങനെ സിയാറ്റിൽ കയറി അങ്ങനെ എപ്പോഴും സിയാറ്റിൽ അതിങ്ങനെ ഒരു ലേക്കിന്റെ സൈഡിലുള്ള മറ്റേ ബോയിങ്ങിന്റെ ഇതൊക്കെ കാണാം. ഇങ്ങനെ ആണോ? അതിങ്ങനെ റോഡിന്റെ ഇങ്ങനെ താഴെയായിട്ട് ഇങ്ങനെ ഒരു ലേക്ക് പോലത്തെ ഉണ്ട്, അവിടെയാ. അപ്പം ഞാൻ പറയാം ഈ കുഴിയിൽ തന്നെ ഇവരൊക്കെ ഇത് ഉണ്ടാക്കേണ്ട കാര്യമാണ്. അതാ ബോയിങ്ങിന്റെ മെയിൻ ഒരു ഇത്. അതെ അതെ, ബോയിങ്ങിന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഒരു സിയാറ്റിലാ പറയാറ്. സിയാറ്റിലാ അതിന്റെ മെയിൻ. പക്ഷെ അവർക്ക് ഈ ഫീനിക്സിലും ഉണ്ടല്ലോ. അല്ല, അതുണ്ട്. അവരുടെ മെയിൻ ഹെഡ് ഓഫീസ് അതൊരു ഇങ്ങനെ റോഡ് നമ്മളിങ്ങനെ മുകളിൽ കൂടെ സൈഡിൽ കൂടെ ഒരു സൈഡ് മുഴുവൻ തടാകം പോലെയാണല്ലോ. തടാകമല്ല, കടലിൽ നിന്നുള്ള കൂടെ ഒരു വശമുണ്ട്, അവിടെ ലേക്ക് പോലെ. എന്നിട്ട് അതിന്റെ ആ താഴ്വശത്താ, അതായത് നമ്മൾ റോഡിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴാണ് ഈ പ്രസ്ഥാനം കാണുന്നത്. അതിലെ നേരെ കുറച്ച് പോയി കഴിയുമ്പോഴത്തേനും പിന്നെ വാൻകൂവറിലേക്ക് അവിടുന്ന് ക്രോസ് ചെയ്ത് നേരെ വാൻകൂവറിലേക്ക് വേണമെങ്കിൽ കയറാം അല്ലേ. 236 അങ്ങനെ എന്തോ ഒരു എക്സിറ്റാ. ഒരു പ്രാവശ്യം ഒന്ന് ഇന്റർ കാനഡ ഓടിച്ചാൽ കൊള്ളാന്നുണ്ട്, ചുമ്മാ ഒരു വെറൈറ്റിക്ക്. സമ്മറിൽ പോയാൽ നല്ല, നമ്മൾ BC ഒക്കെ അങ്ങനെ കയറി പോകുമ്പോൾ നല്ല നല്ല വേറൊരു ഒരു വേറെ വൈബായിരിക്കും. നമ്മളെ ആൽബർട്ട റൂട്ടിൽ പോയി ആൽബർട്ടയൊക്കെ നോക്കുമ്പോൾ നമ്മൾ മറ്റേ ഈ മറ്റേ ഈ വെള്ളമൊക്കെ ഒരു നല്ല നീല നല്ല ബ്ലൂ കളറില് നല്ല ഇതായിട്ട്. പിന്നെ മുഴുവൻ ഇപ്പൊ കുറച്ചുകൂടെ വ്യത്യാസമായിരിക്കും. അന്നൊക്കെ ഇങ്ങനെ മൊത്തം ഇങ്ങനെ ഇതാണല്ലോ, ഈ ട്രക്കിങ്ങിനായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ അവിടെയൊക്കെ. പക്ഷെ അത് പോകുമ്പോൾ അവിടെയൊക്കെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ നോക്കിയും കണ്ടൊക്കെ വേണം പോവാൻ. കാരണം മിസ്സിങ് കൂടുതലുണ്ട്. കാരണം സംഭവമൊക്കെ പോയി നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേനും ഇത് വടക്കേതോ തെക്കേതോ അറിയത്തില്ല.
പക്ഷേ BC-യിൽ നമുക്ക് ഡെലിവറിക്ക് പറഞ്ഞാൽ അവിടെയൊക്കെ കൺജസ്റ്റഡ് ഏരിയാസ് ആണെന്ന് തോന്നുന്നു നമ്മുടെ വെയർ ഹൗസുകളൊക്കെ. അങ്ങനെ എന്ന് കഴിഞ്ഞാൽ ചില, അതായത് ഞങ്ങളൊക്കെ അന്ന് പോയിക്കൊണ്ടിരുന്ന പറഞ്ഞാൽ ഇങ്ങനെ അതായത് ഒരു ചെറിത്തോട്ടത്തിൽ ഞങ്ങൾ പോയായിരുന്നു. ചെറുത്തോട്ടത്തിൽ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇതുപോലെ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അവിടുത്തെ അതിന്റെ ഡോക്കൊക്കെ ചുമ്മാ ഇങ്ങനെ ഈ നമ്മൾ തന്നെ പലയുടെ പുറത്ത് അങ്ങനെ കറക്റ്റ്. കാരണം മലമ്പ്രദേശം ആയതുകൊണ്ട് മൊത്തത്തിൽ കയറി ഉള്ള സെറ്റപ്പിൽ അവർ തട്ടിക്കൂട്ടി. അതായത് ഇങ്ങനെ ഒരു നമ്മള് പണ്ട് നാട്ടിൽ ഇതേപോലെ ഇങ്ങനെ ഈ മലയിലോട്ടുള്ള ജീപ്പ് റോഡ് പോലത്തെ മൺറോട്ടിൽ കൂടെ ഞങ്ങൾക്ക് തന്നെ സംശയമായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ പിന്നെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലെ ട്രക്ക് പോവാം. അതിലേ പോയി മണ്ട ചെന്ന് വെച്ചപ്പോ ഈ പറഞ്ഞ പോലെയാ നമ്മളിങ്ങനെ ആ റോട്ടിൽ നിന്നൊക്കെ, പിന്നെ വണ്ടിയൊന്നുമില്ല, റോട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ തിരിച്ച് ഒരു സൈഡിൽ ഒരു പോസ്റ്റ്. നമ്മുടെ നാട്ടിലൊക്കെ മറ്റേ എന്താ പറയാ ലോക്കൽ പക്ക ഓടുന്ന പോലെ. ടീമുണ്ട് പിന്നെ കുഴപ്പമില്ല. സിംഗിൾ ആയിട്ട് പോകുമ്പോഴാണോ ഒറ്റയ്ക്ക്? അല്ല, അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ടീമായിട്ട് പോകുന്നതാണ് നല്ലത്. കാരണം അറിയാവോ, ഈ റോഡിന്റെ രണ്ട് സൈഡിലും കിടങ്ങുകളൊക്കെ ആയിരിക്കും. കിടങ്ങുണ്ട്. പിന്നെ രാത്രിയിലാണെങ്കിൽ പോലും വല്ല മൂത്രം ഒഴിക്കാനൊക്കെ ആണെങ്കിൽ പോലും ഒരാൾ നിന്ന്, കാരണം ഈ കരടി പിടിച്ചോണ്ട് പോകണം അല്ലേ? കരടിയൊക്കെ ഉണ്ട്. ഈവിടെ അല്ലേ നമ്മുടെ ഒരു മലയാളി പയ്യനെ കരടി കൊന്നുകളഞ്ഞ് എവിടെ ആക്രമിച്ച്? സസ്കച്ചുവാനിലോ ആൽബർട്ടല്ലോ അവിടെ ഉണ്ട് ഒരു മലയാളീനെ കരടി കടിച്ചു എന്നൊന്നും പറഞ്ഞ വാർത്ത ഉണ്ടായിരുന്നു. അറിഞ്ഞില്ല അല്ലേ? പണ്ട് വാർത്തയിലുണ്ടായിരുന്നു. പക്ഷെ പണ്ട് ഞങ്ങള് പോയ സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. ട്രക്കില് അവിടെ ഇങ്ങനെ ഈ ചെറിയ ടൗണുകളുണ്ട്. അപ്പൊ ചെറിയ ടൗണിന്റെ അതിന് മുമ്പൊക്കെ ചെറിയതായിട്ട് നമുക്ക് ട്രക്ക് ഇങ്ങനെ ആ വഴിയുടെ സൈഡിൽ ഇങ്ങനെ നമുക്ക് ഒരു ശകലം ഒന്ന് പാർക്ക് ചെയ്തിടാവുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇങ്ങനെ ടാർ ചെയ്തിട്ട്. അവിടെ കണ്ട് ഇട്ടിരുന്ന ഇങ്ങനെ ടീമായിട്ട് കണ്ട് ഇട്ടിരുന്നു. അപ്പം ഒരാൾ ഉറക്കമായിരുന്നു. അപ്പൊ അന്ന് ആ ഉറക്കിയ ആള് കുറെ കഴിഞ്ഞപ്പോ വണ്ടി അനങ്ങുന്നില്ല. അപ്പം പുള്ളി എന്ത് ചെയ്യുന്ന വണ്ടി ഇത് വണ്ടി ഇങ്ങനെ നടക്കുക. എന്നിട്ട് പുള്ളിയെ വിളിച്ചിട്ടൊന്നും വണ്ടി പുറത്തൊന്നും കണ്ടില്ല. അത് കഴിഞ്ഞ് ആള് മിസ്. അത് കഴിഞ്ഞ് പിന്നെ പോലീസിനെ വിളിച്ചാൽ അവിടെ ഉടനെ ഒന്നും ചിലത്തെ റേഞ്ച് കാണിയല്ല. അപ്പൊ ഇപ്പൊ ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് ആ വാർത്ത. അന്ന് ഞങ്ങളൊക്കെ ഓടുമ്പോ അതാ. അന്നേരം മറ്റേ ഞങ്ങളുടെ കൂടെ ഉള്ള മൂത്രം ഒഴിക്കുമ്പോ ഞാൻ ചുറ്റിയായിട്ട് നിൽക്കും. അവന്റെ ധൈര്യം എന്നെ വിളിച്ചു. കാരണം അതുപോലെ കരടി ശല്യ. അതായത് ഇവൻ പെട്ടെന്ന് ഇങ്ങ് വന്നിട്ട് ഒറ്റയായി ഇവന്റെ കൈ നമ്മൾ കണ്ടല്ലേ, മറ്റേ നമ്മൾ നാളെ ഷോപ്പിൽ കണ്ടില്ലേ അവന്റെ കൈയുടെ വലിപ്പം, അത് വെച്ച് ഒരെണ്ണം കിട്ടിയാൽ തീരെ. അത് വേറെ ഈ ഇവിടെ ഇല്ലേ നമ്മുടെ മാൻറ്റോബയില് ഒരു സ്ഥലമുണ്ട്. അപ്പൊ നമ്മളെ കുറച്ച് കൂട്ടുകാരെ മാൻറ്റോബയിൽ നിന്ന് ഇങ്ങോട്ട് ഒണ്ടാറിയോയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി, അപ്പം യുഹോൾ ഓടിക്കാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് പേര് മൂവിങ്ങിന് ഹെൽപ്പ് ചെയ്യാനും ഒക്കെ പോയേ. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോഫിൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് മാൻറ്റോബയിലെ. ഞങ്ങള് അപ്പൊ ഇങ്ങോട്ട് തിരിച്ച് യുഹോളൊക്കെ ഓടിച്ച് വരാനുള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഫ്ലൈറ്റല്ല. ഇവിടെ നമ്മള് ഫ്ലൈറ്റിൽ പോയി അവിടുന്ന് ഒരു കാർ എടുത്ത് നേരെ ഡോഫിനിലേക്ക് പോവാ. ഞങ്ങള് പോകുമ്പോഴേ ഇവിടുത്തെ ഈ ചെറിയ ചെറിയ വില്ലേജുകളുണ്ടല്ലോ, ചെറിയ വീടുകളൊക്കെ നമ്മുടെ ഇവിടുത്തെ പോലെ ടൗൺഷിപ്പ് ഒന്നും അല്ലല്ലോ. ഈ നമ്മുടെയൊക്കെ വീടിന്റെ പുറകില് രാത്രി ആകുമ്പോഴത്തേക്കും ഈ മറ്റേ പട്ടികളുണ്ടല്ലോ, പട്ടികൾ ഇങ്ങനെ മറ്റേ വേസ്റ്റിന്റെ അവിടെയൊക്കെ ചുറ്റും നിന്ന് എന്നെ എന്തെങ്കിലും കിട്ടുമെന്ന് ഇങ്ങനെ തപ്പി കിടക്കുന്ന പോലെ കരടികള്. അത് ഞങ്ങളുണ്ട് ഇവിടെ ഈ വീടിന്റെ പുറകിലൊക്കെ. ആലോചിച്ച് നമ്മളെങ്ങനെ ഡോർ തുറക്കുമ്പോ മുറ്റത്തൊരു കരടി ഇന്ന് മറ്റേ തപ്പില. അതായത് ഇവരിങ്ങനെ ഫുഡിന്റെ ഇതൊക്കെ ആയിട്ട് ഇവര് പരക്കാൻ ചെറുത് മറ്റേ വാതിലൊക്കെ. എനിക്ക് നമ്മുടെ ഇവിടെ ഈ കനേഡിയൻ ചാനലിന്റെ അകത്തെ നേരത്തെ എന്റെ ഒരു ഞാൻ റെന്റിന് കിടന്നപ്പോ അവിടെ ഒരു TV ഇങ്ങനെ ഇതിലുണ്ട്. അപ്പൊ ഒന്നുമില്ലാത്തപ്പോ നമ്മൾ ഇത് വയ്ക്കുമ്പോ ഒരു കനേഡിയൻ ചാനലിനകത്ത് ഈ ഇതിന്റെ സ്റ്റോറീസ് പറയും. അപ്പം നമ്മുടെ നാട്ടിൽ പണ്ട് ഈ ചീങ്കണ്ണ ശല്യം എന്നൊക്കെ പറയുന്ന പോലെ അത് വെച്ചിട്ട് ഈ കരടി ആക്രമിച്ചിട്ട് കൈ പോയവരൊക്കെ ഉണ്ട്. കൈ അതായത് അവര് വന്ന് രാവിലെ നോക്കുമ്പോ കിച്ചന്റെ അവിടെ ഈ സ്റ്റോറിന്റെ ഇതിലൊക്കെ, കാരണം ഇവിടത്തേനൊക്കെ അത്രയും ഉറപ്പില്ലല്ലോ. സെറ്റപ്പുകളിലൊക്കെ കരടി കയറിയിരിക്കും. അപ്പൊ രാവിലെ വന്ന് നോക്കുമ്പോ പെട്ടെന്ന് ഇത്. അതുപോലെ തന്നെ വണ്ടി ചിലപ്പോ ലോക്ക് ചെയ്യാതെ ആയിരിക്കും ചിലപ്പോ. അപ്പം വണ്ടിയുടെ ഇത് തുറന്നും. അപ്പൊ ഇതിനകത്ത് തന്നെ വേറെ കരടി ഉപദ്രവിക്കാത്ത കരടി ഉണ്ടെന്നാ പറയുന്നത്. ഈ രണ്ടൊന്നും ഇനമുണ്ട്, പക്ഷെ നമുക്കറിയത്തില്ലാത്തോണ്ട്. അല്ല, ഇത് ബ്ലാക്ക് കളറിലുള്ള ബെയർ ഉണ്ടല്ലോ, അതങ്ങനെ പൊതുവെ അറ്റാക്കിങ് കുറവാ. നമ്മളെ കണ്ട അതിനൊരു ഭീഷണി നേരിട്ടില്ലെങ്കിൽ അത് അങ്ങ് ഒഴിവായി പോകും. പക്ഷെ ഗ്രിസ്ലി മറ്റേ ഇതുണ്ടല്ലോ ബ്രൗൺ ബെയർ, അത് കണ്ട ഉറപ്പായിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന പറഞ്ഞേ. അത് ഇന്നാളെ ഞാൻ വണ്ടി ഓടിച്ചോണ്ട് പോയപ്പം. അത് കൂടാതെ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഹിമക്കരടി, വെള്ളക്കരടി. അത് ഉറപ്പുണ്ടോ നമ്മൾ പിടിച്ച് തിന്നുന്ന പറഞ്ഞ. ബ്ലാക്ക് ആണ് അത്യാവശ്യം കുഴപ്പമില്ല. ഞങ്ങള് കണ്ട് വീടിന്റെ ചുറ്റുമൊക്കെ നടന്നത് ബ്ലാക്ക് ആയിരുന്നു. ബ്ലാക്ക് ബെയർ, ഗ്രിസ്ലി ഇത്. അത് പിന്നെ
ഈ നമ്മള് മൊണ്ണാരയ്ക്ക് പോയപ്പോ ഇന്നാളെ ഏതോ ഒരു വശം ഞാൻ മൊണ്ണാരയ്ക്ക് പോയ എന്റെ റോഡിന് കുറുകെ വേടിയാണ്. അത് മറ്റേ ബ്ലാക്ക് കണ്ട അവനിങ്ങനെ കൂളായിട്ട്. കൂടുതലും ബ്ലാക്കാ ഈ ഗ്രിസ്ലികൾ കൂടുതലും. ഇവര് അത്രയും പ്രൊഡേറ്റർ ടൈപ്പ് ആയതുകൊണ്ട് ഒരു ഇന്നറിലേക്കാന്ന് പറഞ്ഞത്. എന്നാലും ആൽബർട്ടയിലൊക്കെ ചില സമയത്ത് കാണാം ഗ്രിസ്ലിനെ. അല്ല അവിടെയൊക്കെ കാട് ഇങ്ങനെ ഉള്ളതുകൊണ്ടേ ഈ അവിടെയൊക്കെ ചെറിയ വീടുകളുണ്ടെന്ന് പറഞ്ഞാലും ഈ കാടിനോട് ചേർന്നാണല്ലോ ഇതെല്ലാം ഇരിക്കുന്നത്. അതിപ്പോ നമ്മുടെ ഇവിടെ ഈ ഇപ്പം ബ്രാംപ്ടണിലും ഇപ്പൊ ഒന്നും വേണ്ട, നമ്മുടെ അവിടെ കേംബ്രിഡ്ജിൽ പോലും ഈ കയോട്ടി എന്ന് പറയുന്ന മറ്റേ കുറുക്കന്റെ പോലെ ഇരിക്കുന്ന ചെറിയ സാധനമുണ്ടല്ലോ, ഇവന്മാർ ഇറങ്ങി വരും. തീരെ ചെറിയ പിള്ളേരെ ഒക്കെ ആണെങ്കിൽ ഇവന്മാരെ ആക്രമിക്കും. അപ്പൊ ഇന്നവിടെ സ്കൂളിൽ നിന്ന് നോട്ടീസ് ഉണ്ട്, കയോട്ടി രണ്ടെന്നാണ് അവിടെ ആരാണ്ട് കണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇതിങ്ങനെ ഇവന്മാർക്ക് പെട്ടെന്ന് 4 ചാട്ടം ചാടി കഴിഞ്ഞാൽ കൺസർവേഷൻ ഏരിയയിലോട്ട് കയറി അങ്ങനെ പയ്യെ. എനിക്ക് അവർക്കും കുക്ക് ചെയ്ത ഫുഡ് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. പിന്നെ കൂടുതലും ഈ ഫുഡിന്റെ മണം അടിച്ചിട്ട് നിങ്ങൾ വരുന്നതാണ്. നമ്മൾ ഈ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോ ആൾക്കാരൊക്കെ നമ്മളെപ്പോഴും ഇപ്പൊ ഈ റാക്കൂണില്ലേ, നമ്മൾ ഈ ഗാർബേജ് സംഭവത്തിന്റെ മണം അടിച്ചു കഴിഞ്ഞാൽ ഇവൻ വരും. റാക്കൂൺ ഇങ്ങനത്തെ സാധനമാണ്. അതുപോലെ തന്നെ ഞാനൊരു പ്രാവശ്യം എന്നാ പിന്നെ ഇതല്ലേ കിച്ചൺ വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് ജൈവവളം ആക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളേക്ക് പച്ചക്കറി നട്ടതിന്റെ അടിയിൽ മണ്ണിന്റെ അകത്ത് മാറ്റി ഞാനിത് കുഴിച്ചിട്ട് ഇങ്ങനെ ആക്കി. പിറ്റേ ദിവസം വന്നപ്പോൾ ഇതെല്ലാം എടുത്ത് പിന്നെ അടിച്ച് പരത്തി മാന്തി. നമ്മൾ ഈ കുഴിച്ചിട്ട സംഭവം ഇവ മുഴുവൻ മാന്തി വേസ്റ്റ്. അത് ഞാൻ കുഴിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു കല്ലും വെച്ച് നമ്മുടെ നാട്ടിൽ പട്ടി മാന്താതിരിക്കണം പറഞ്ഞത് നന്നായിട്ട് ഉറപ്പിച്ച് താത്ത. അതും കല്ല് മാത്രം അങ്ങനെ അവിടെ തൂമ്പോ അതിന്റെ സൈഡും വഴി എടുത്തിട്ട് അവൻ മൊത്തം വെളിച്ചടിച്ചു. ഫുഡ് വേസ്റ്റ് ആയിരുന്നു കിട്ടുന്നത്. നമ്മളിങ്ങനെ ചെറിയ അതിന് വലിയ മണമില്ല. അതിപ്പോ കഴിഞ്ഞ ദിവസം വന്നപ്പോ ഞാൻ പറഞ്ഞ അത് ഞാൻ പറഞ്ഞ അവിടെ പരിപാടിക്ക് പോയപ്പോ അവിടുത്തെ ആരുടെ ചക്ക മേടിച്ചിട്ട് അപ്പൊ അവര് വലിയ ചക്ക മേടിച്ചിട്ട് പഴമാണല്ലോ, അപ്പൊ അത് പയ്യെ കഴിക്കാൻ പറഞ്ഞിട്ട് അതിന്റെ ചക്കയുടെ മടലെന്ന് പറഞ്ഞ സംഭവമൊക്കെ മാറ്റി ഇങ്ങനെ വെച്ച് റാക്കൂൺ ആ ഭാഗത്തുനിന്ന് പോയില്ലായിരുന്നു പറഞ്ഞത്. കാരണം ഇതിന്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് വരുമല്ലോ. ഏതാ ഈ ചക്കയുടെ സ്മെല്ലെന്ന് പറയുമ്പം മറ്റേതിനേക്കാളും നല്ല ഇത് പഴത്തിന്റെ മണമാണല്ലോ. അപ്പൊ അത് പറഞ്ഞു റാക്കൂൺ അവിടുന്ന് പോകുന്നില്ല. അത് മറ്റേ ബ്രാംപ്ടണിലൊക്കെ ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, നമ്മൾ ഗാർബേജ് ഒക്കെ ഈ കറുത്ത കൂടിനകത്ത് കെട്ടി വെച്ചാണല്ലോ അവര് വരുന്ന അതിനൊരു 1 മണിക്കൂർ മുമ്പാ വെക്കാവും. അതിന് മുമ്പ് പിറ്റേ ദിവസം അങ്ങനെ വെച്ചാൽ ഇത് മുഴുവൻ റോട്ടിൽ കിടക്കും. ഇവന്മാര് വന്ന് മൊത്തം പൊട്ടിക്കും. ഇത് ഇങ്ങനെ മാന്തിക്കിട്ട് ഇതിന്റെ അകത്ത് ഓരോരോ ബാഗായിട്ട് സെപ്പറേറ്റ് വെച്ചാല് പിന്നെ ഇത് വെച്ചാലും അത് കഴിഞ്ഞ് പിന്നെയാണ് പിന്നെ നമ്മളിവിടെ ഇത് വന്നത്, ബോക്സ് പോലെ ഉള്ള വന്നത്. അത് ഇവന്മാര് ലോക്ക് ചെയ്ത് വെച്ചില്ല, അത് വെക്കും. അന്ന് ഞാനൊക്കെ പറയുന്നത് കയറ് കെട്ടി ലോക്ക് ചെയ്ത് വെക്കുമായിരുന്നു. അത് ഏതോരത്താ പിന്നെ ഈ സിറ്റി കിടക്കുന്ന ഒരാൾക്കൊക്കെ ഇച്ചിരി വിവരം വെച്ചുള്ള കയറ് കടിച്ചു പൊട്ടിച്ചിട്ട് റാക്കൂണിയന്മാര് വന്ന് ഇത് വേറെ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത സാധനമല്ലേ. ഇവിടെ ഉണ്ടായിരുന്നു നല്ലത്. അത് ഇങ്ങനെ ഇത് കൂടെ ഇതാക്കാം, നമ്മുടെ കാക്കകളെ കൂട്ട് പരിസരം വൃത്തിയാക്കാൻ വേണ്ടിട്ടാ. അങ്ങനെയല്ല, ഇത് വേറെ ഈ സംഭവം ഇവിടെ കാനഡയിലുള്ള സാധനം അല്ല റാക്കൂൺ. അത് വേറെ ഇടത്തുനിന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ ഇത് അപ്പൊ അതിന് ഇവിടെ ജീവിക്കാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് ഇവിടെ ജീവികളില്ലല്ലോ. ഈ പ്രകൃതിയുടെ ഇതിനനുസരിച്ച് ഇവര് മനഃപൂർവ്വം കൊണ്ടുവന്നതാണ്. അല്ലാതെ ഈ ചില സാധനങ്ങളുണ്ടല്ലോ നമ്മുടെ ആഫ്രിക്കൻ പായൽ പോലെ അബദ്ധത്തിൽ വന്നിട്ട് പിന്നെ അവിടെ അങ്ങനെയല്ല. നമ്മുടെ ഈ മറ്റേ നമ്മളെ ഒരു മീനുണ്ടല്ലോ മറ്റേ മുഷിയോ, ആഫ്രിക്കൻ മുഷി, അതൊക്കെ ഈ അബദ്ധത്തിൽ വന്ന് വെട്ടാന്നല്ലേ പറയപ്പെടുന്നേ. അതെന്നാ വെച്ചാൽ ഈ ആദ്യം ഇത് വ്യാപാരമായിട്ടുണ്ടായിരുന്നു, ഫിഷായിട്ട് വരുമായിരുന്നു. അപ്പൊ ഇത് എന്നാ വെച്ചാൽ ചെറിയ ഇത് വന്ന് കഴിയുമ്പോൾ തന്നെ ഇതിന്റെ മുട്ട വെച്ച് ചിലര് നൈസായിട്ട് ഇത് വളർത്താൻ തുടങ്ങി. കാരണം നമ്മുടെ നാട്ടിൽ ഇതിനൊരു ഈ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ അത്ര ഇതൊന്നുമില്ല. നമ്മുടെ നാട്ടിലുണ്ടാക്കിയാലും ഇത് മുഴുവൻ കൊണ്ടുവന്ന് തമിഴ്നാട്ടുകാരാണ്, അങ്ങനെയുള്ളടത്താണ്. അപ്പൊ അമ്മമാർ കൊണ്ടുവന്ന ഈ കുഞ്ഞുങ്ങൾ വന്നത് വളർത്തി കഴിഞ്ഞാൽ തന്നെ ഇവന്മാരെന്ന് വെച്ചാൽ ഇവന്മാർക്ക് ഇങ്ങനെ ചാരം വെള്ളവും ചെളിവെള്ളവും കിട്ടുന്ന എല്ലാം അടിക്കല്ലേ. അപ്പൊ ഇവന്മാരെന്നാ ചെയ്തെന്ന് വെച്ചാല് ചിലരൊക്കെ അറിയാതെ ഇത് ഇവന്മാര് ഈ കുളത്തിൽ നിന്ന് ചാടി ഇങ്ങനെ കരയെ കൂടെ ഇങ്ങനെ വേഗം ചാകുകയല്ല. ഇവന്മാര് പല ആറ്റിലും കുളത്തിലൊക്കെ ചെന്ന് തന്നെ വെട്ടു. അത് കഴിഞ്ഞ് ഓരോരുത്തരെ കയ്യെ ഇവന്മാർക്ക് വിശന്ന് കാഞ്ഞു കുത്തി വെക്കുമ്പോ ഇപ്പൊ ഒരു ആറിലോ ഒരു കുളത്തിലോ ആണെങ്കിൽ ഇവന്മാര് വെച്ചിട്ടുണ്ടോ വേറൊരു ഒറ്റയുടെ മീനോ ഒരു സാധനം കാണിയല്ലോ ഇവന്മാര് മുഴുവൻ അടിക്കുമെന്ന് പറഞ്ഞാൽ തിന്നോ. പിന്നെ കൈയൊക്കെ ഇട്ട് കൊടുത്താൽ കൈയൊക്കെ കടിച്ചുകൊണ്ട് പോകും. മുഷിയോ? മുഷി നല്ല ഞാൻ വളർത്തിയതാ. ഞാൻ വളർത്തുന്ന വെച്ചാൽ ചുമ്മാ പടുതാക്കളം പറയുന്നത്. അപ്പൊ ഇവന്മാർക്ക് കൊടുക്കുന്നത് അറിയാവോ, അതൊന്ന് ഈ കോഴിയുടെ വേസ്റ്റ്
എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും ആ. ഇപ്പം അതിന്റെ അകത്തോടെ അറിയാതെ അങ്ങനെ പന്നിയലിയൊന്നും ഇല്ല പിന്നെ. അതെനിക്കറിയത്തില്ല. അത് പിന്നെ ചിലരെന്നാ വെച്ചാല് നമ്മൾ ഈ പണ്ട് വലിയ ഇതുണ്ടല്ലോ, ഈ വലിയ ഹോട്ടലുകളൊക്കെ ഉണ്ട് കോട്ടയത്തുണ്ട്, അത് അപ്പൊ അതിന്റെയൊക്കെ സെപ്റ്റി ടാങ്കിന്റെ അകത്ത് ഇവരെ കൊണ്ട് ഇതിനകത്ത് ഈ മുഷിയെ കൊണ്ടിടും. ഉമ്മാർ അവിടെ കിടന്ന് വളർന്ന് ഇത് പെട്ടെന്ന് വളരും. 2-3 മാസം മതി. മറ്റു മീൻ പോലെയല്ല. ഇത് പെട്ടെന്ന് വലുതാവും. അതായത് ഇവന് പ്രത്യേകിച്ച് ഇതില്ല. ഇവൻ പിന്നെ ചാകത്തുമില്ല. ഈ പറയുന്ന പോലെ വെള്ളം മാറുവോ പിടിക്കുവോ ഒന്നും വേണ്ട. അപ്പൊ ഇവൻ കറക്കിട്ട, പക്ഷെ ഭയങ്കര നെയ്യായി സാധനം. നമുക്കും ഒരു കറി വെച്ച് വറുത്തൊരു വേറെ രീതിയിൽ അത്രയ്ക്ക് അറിയാവുന്നവരുണ്ടാക്കിയാലേ നമുക്ക് ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ ഇവരുമായി പന്നിയുടെ നമ്മുടെ നെയ്യില്ലേ, നെയ്ക്കഷ്ണം കഴിക്കുന്ന പോലെ ഇരിക്കും. ചെളി രുചിയുണ്ടോ? ഇല്ല, അത് ഇങ്ങനെ ഇതിനെ പിടുത്തം കിട്ടിയല്ല, ഇങ്ങനെ വഴുതി ആണോ. പിന്നെ ഇവന്റെ തലയൊക്കെ ഒരു ഹെൽമെറ്റ് പോലെ ഭയങ്കര ഉറപ്പാ. ചുറ്റി വെച്ച് അടിച്ചു വേണം ഇവനെ കൊല്ലണമെങ്കിൽ, അല്ലാതെ ചാകിയല്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇവൻ ഇങ്ങനെ കരക്കിട്ടാലും 1-2 ദിവസം വേണമെങ്കിലും ഇവന് വെള്ളമൊന്നും ഇല്ലല്ലോ, അവൻ ജീവിക്കും. അങ്ങനെ ഇവന് കേറി ഉണ്ടല്ലോ, ഇവന് ആ പുഴയിലും ചിലയിടത്തൊക്കെ പുഴയിലും അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോ തന്നെ വേറെ മീനുകളും ഒന്നും കാണിയല്ല, ഇവൻ എല്ലാത്തിനും അടിക്കും, മൊത്തം അടിക്കും. അപ്പം പണ്ട് നമ്മുടെ ഒരു ബന്ധുക്കാരന്റെ വീട്ടിൽ ഇങ്ങനെ ഇതിന്റെ ഒരു ഇത് പെട്ടെന്ന് ഇതായതുകൊണ്ട് പുള്ളിയുടെ ഒരു രസത്തിന് പുള്ളി ഈ ഗ്ലാസ് വെച്ചിട്ട് പുള്ളി വീടിനോട് ചേർന്ന് ഇത് പണിത് അതിന് ഈ വലിപ്പമുണ്ട്. അതിന്റെ അടുത്തങ്ങനെ അറിയാതെ നമ്മുടെ ഇപ്പൊ റസ്ക് ഒക്കെ ഇങ്ങനെ പുള്ളി ഇട്ട് കൊടുക്കും. അപ്പം ഇങ്ങനെ എറിഞ്ഞാ കൊടുക്കുള്ളൂ, അറിയാതെ കൈ പോയാൽ അവൻ കടിച്ചാണല്ലോ, ഈ കൈ കൊണ്ട് പോകും. അവൻ അത്രയും വലുതാ അന്നേരം. കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം നമ്മുടെ ദേവസ്യാച്ചൻ പയ്യെ കിടക്കാൻ പോയി കേട്ടോ. നമ്മൾ വേണ്ട ഇല്ലിനോയിലേക്ക് കയറി. സാധാരണ ഇതിൽ നമ്മൾ വേണ്ട ഒരു 10-15 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും അയോവ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്കുള്ള റൂട്ട് എടുത്ത് പയ്യെ അങ്ങ് തിരികെ ചെയ്യുന്ന ഇൻ്റർസ്റ്റേറ്റ് 80ലേക്ക്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അങ്ങോട്ട് തിരിയാതെ വിസ്കോൺസിൻ റൂട്ടിലേക്കാണ് തിരിയാൻ പോകുന്നത്. വിസ്കോൺസിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി സ്റ്റേറ്റാണ് കേട്ടോ. ഇടയ്ക്ക് നമ്മൾ സിംഗിൾ പോകുമ്പോഴത്തേക്കും ഞാൻ ഈ വിസ്കോൺസിനിൽ പോയിട്ടുണ്ട്. അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ നമ്മുടെ UK ഉള്ളൊരു ടൈപ്പ് പ്രത്യേക മുട്ടക്കുന്നുകളും കുറേ ഫാമുകളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ മിൽക്കൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ വിസ്കോൺസിൻ. ഭയങ്കര പ്രകൃതി ഭംഗിയാണ് വിസ്കോൺസിൻ. നമ്മളിപ്പം 294 നോർത്ത് എന്ന് പറയുന്ന റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ഒഹാര ഇൻ്റർനാഷണൽ എയർപോർട്ട്. ചിക്കാഗോയിലെ ഒരു വലിയ എയർപോർട്ടായി ഒഹാര ഇൻ്റർനാഷണൽ എയർപോർട്ട്. മിസ്സായല്ലോ. വർത്താനം പറഞ്ഞിരുന്നതിനിടയ്ക്ക് ഒരു എക്സിറ്റ് മിസ്സായി. നമ്മുടെ സൈഡിലുള്ള ഈ യെല്ലോ ബോർഡിൻ്റെ അകത്ത് കറുത്ത ആരോ കണ്ടോ? ഈ സാധനത്തിൻ്റെ നമ്പർ എത്ര ഇപ്പോൾ കൂടുതലുണ്ടെങ്കിൽ അത്രയും വലിയ വളവായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. എട്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്കും വിസ്കോൺസിനിലെ ഒരു റെസ്റ്റ് ഏരിയയിൽ ബ്രേക്കിന് നിർത്തിയതാണ്. ചേട്ടാ, ഈ കാണുന്നതാണോ റെസ്റ്റ് ഏരിയ? നമുക്കൊന്ന് അകത്ത് കയറി നോക്കാം. ഇവിടുത്തെ മൊത്തത്തിലുള്ള സെറ്റപ്പൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് കമ്പയർ ചെയ്യാമല്ലോ. എന്തായാലും വലിയ സെറ്റപ്പുള്ള റെസ്റ്റ് ഏരിയ അല്ല കേട്ടോ, ബേസിക്കേ ഉള്ളൂ. വിസ്കോൺസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് ഒരു നോട്ടീസ് ബോർഡ് പോലത്തെ സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ഇവിടുത്തെ പോലീസിൽ ചേർന്നോളാൻ പറഞ്ഞുകൊണ്ടുള്ള സെറ്റപ്പുകൾ, ട്രാഫിക്കിനെ കുറിച്ചുള്ള അവയർനെസ്, അതോടൊപ്പം തന്നെ ഇത് കണ്ടോ, അമേരിക്കാസ് അഗ്രികൾച്ചറൽ ടൂറിസം ഡെസ്റ്റിനേഷൻ. അതുകൂടാതെ ഒരുമാതിരി എല്ലാ റെസ്റ്റ് ഏരിയകളിലും ഉള്ളതുപോലെ ആ ഒരു ലൊക്കാലിറ്റിയിലെയും ആ ഒരു സ്റ്റേറ്റിലെയും ടൂറിസം ഡെസ്റ്റിനേഷൻസിനെ പരിചയപ്പെടുത്തുന്ന ലീഫ്ലെറ്റുകൾ. എന്തായാലും വലിയ സെറ്റപ്പൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് സമയം കളയാതെ പോയി കുറച്ച് പുഷപ്പ് അടിച്ചേക്കാം. അത് കഴിഞ്ഞ് ഫുഡും കഴിച്ച് പോയേക്കാം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെയുള്ള വിശേഷങ്ങൾ.
അപ്പോൾ വാഷിങ്ടണിലേക്കുള്ള യാത്രയുടെ കിടിലും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. Like it's delirium, ay, ay, like it's delirium, ay, I got delirium, ay, like it's delirium, yeah, yeah, like it's delirium. She just wanna bounce to it, baby, get your giddy on. Walk up to the stage with a drink like I'm Giveon, but I never came here to sing what I'm really on, giving dividends. I'm tryna boost your career and all. Know you got a Benz, you ain't got one with the ceiling gone. If you wanna get it gone, give me the experience. Make me a believer like a feature at the cinema. Then we gotta keep